എല്ലാവർക്കും ബാങ്കോക്ക് ടു ദോഹ സെക്ടറിലേക്ക് സ്വാഗതം. സുവർണഭൂമി എന്നാണ് എയർപോർട്ടിന്റെ പേര് എഴുതി വെച്ചേക്കണെങ്കിലും സുവർണഭൂം എന്നാണ് ഇതിന്റെ പ്രൊനൗൺസിയേഷൻ. ഖത്തർ എയർവേസിന്റെ എയർബസ് 350-900 സീരീസ് എയർക്രാഫ്റ്റിന്റെ ബിസിനസ് ക്ലാസ് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാണ്. ഇതാണ് എന്റെ സീറ്റ്. ഏറ്റവും ഫ്രണ്ടിലത്തെ സീറ്റാണ്. ഇത് പ്രൈവസി ഡിവൈഡർ ആണ്. എന്റെ തൊട്ടപ്പുറത്ത് ഇരിക്കുന്ന എന്റെ ഫ്രണ്ടാണ്. അതുകൊണ്ട് ഞാൻ പ്രൈവസി ഡിവൈഡർ താത്തി വെച്ചായിരുന്നേ. ഖത്തർ എയർവേസിന്റെ സിഗ്നേച്ചർ ഡ്രിങ്ക് ആയ ഫ്രഷ് ലെമൺ ആൻഡ് മിന്റ് ആണ് വെൽക്കം ഡ്രിങ്ക് ആയിട്ട് ഓർഡർ ചെയ്തത്. ഇത് ഭയങ്കര റിഫ്രഷിംഗ് ആയിട്ടുള്ള ഡ്രിങ്ക് ആണ്. ഇത് ഖത്തർ എയർവേസിന്റെ സുവനീർ പില്ലോ ആണ്. ഇത് ഇവരുടെ ടേക്ക് അവേ പില്ലോ ആണ്. വേണമെങ്കിൽ വീട്ടിൽ കൊണ്ടുപോകാം. ഈ ബൾക്ക് ഹെഡ് മോണിറ്ററിൽ റൂട്ട് ഡിസ്പ്ലേ ചെയ്യുന്നത് ഇപ്പോൾ ബാങ്കോക്കിൽ നിന്ന് ഖത്തറിലേക്ക് പോകുന്നത് കാണിക്കുകയാണ്. എന്റെ കോക്ടെയിൽ ടേബിളിൽ ഇരിക്കുന്ന ഫ്രാൻസിന്റെ ഡിപ്റ്റി ടവലാണ്. ലണ്ടൻ വൈറ്റ് കമ്പനിയുടെ ലോഞ്ച് വെയർ ക്രൂ എനിക്ക് തന്നായിരുന്നു. TV സൈസ് പറയുകയാണെങ്കിൽ 17 ഇഞ്ചിന്റെ ആണ്. എക്കോണമി ക്ലാസ്സിലാണെങ്കിൽ 12 ഇഞ്ചിന്റെ. എല്ലാ മാസം ഇവര് മൂവിയുടെ ലിസ്റ്റ് മാറ്റും. നമ്മുടെ കെവിൻ ഹാർട്ട് ഇതാ പിന്നെയും വന്നിരിക്കുകയാണ്. ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തതിന് ശേഷം ബാങ്കോക്ക് മോളിൽ നിന്ന് താഴോട്ടുള്ള വ്യൂ എന്ത് രസമായിരുന്നു കാണാനെന്നറിയോ. നേരിട്ട് കണ്ടപ്പോൾ കിട്ടിയ എക്സ്പീരിയൻസ് എനിക്കിപ്പോൾ ക്യാമറയിൽ കൂടെ നോക്കുമ്പോൾ കിട്ടിയിട്ടില്ല. ഞാൻ പലപ്പോഴായിട്ടും ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഖത്തർ എയർവേസിന്റെ ബിസിനസ് ക്ലാസിന്റെ വാഷ്റൂം അത്യാവശ്യം വലുതാണ്. ഓരോ കസ്റ്റമറും വാഷ്റൂം യൂസ് ചെയ്ത ഉടനെ ക്രൂ വന്ന് വാഷ്റൂം ചെക്ക് ചെയ്യാറുണ്ട്. ഇത് ലോക്കലി പ്രൊഡ്യൂസ് ചെയ്യുന്ന കിനുവ ഡേറ്റ്സും അതിന്റെ കൂടെ അറബിക് കോഫിയാണ്. ആദ്യമായിട്ട് ടേസ്റ്റ് ചെയ്യുന്നവരാണെങ്കിൽ ചിലപ്പോൾ ഇതിന്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടാൻ ചാൻസ് കുറവായിരിക്കും. ഡേറ്റ്സും കോഫിയും കൂടെ കഴിക്കുകയാണെങ്കിൽ അതിന്റെ ടേസ്റ്റ് ഒരു സ്വീറ്റ് ആയിട്ട് ഫീൽ ചെയ്യും. അപ്പൊ പിന്നെ പ്രശ്നമില്ല. ഇതെന്റെ ലൈറ്റ് മീൽ ഓപ്ഷൻ ആണ്. ഇത് ലോബ്സ്റ്റർ ആണ്. ഫുഡ് കഴിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ അടുത്ത ഫുഡ് വന്നു. ഇത് മെയിൻ കോഴ്സ് ആയിരുന്നു കേട്ടോ. ഇത് മട്ടൺ ആണോ ബീഫാണോ എന്നൊരു സംശയമുണ്ട്. ഞാനിപ്പോൾ രണ്ടും കഴിക്കുന്നതുകൊണ്ട് അത്ര അധികം കോൺസെൻട്രേറ്റ് ചെയ്യാൻ വന്നില്ല. പിന്നെ അതിന്റെ കൂടെ വെജീസും ഉണ്ട്. പിന്നെ ഒരു സോസ് പോലത്തെ ഒരു സംഭവം. എപ്പോഴും പറയാറുള്ള പോലെ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഇതായിരുന്നു എന്റെ ഡിസേർട്ട്. കാണുമ്പോൾ പുട്ട് പോലെ ഇരിക്കുമെങ്കിലും ഇത് പഴമാണ്. അതിന്റെ കൂടെ കോക്കനട്ട് ഐസ്ക്രീം. അതിന്റെ കൂടെ ഞാനൊരു ഹോട്ട് ചോക്ലേറ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആദ്യമായിട്ടാണ് ഞാൻ ഈ ഡിസേർട്ട് ടേസ്റ്റ് ചെയ്യുന്നത്. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഇതിലും കൂടുതലായിട്ട് എനിക്ക് വർണ്ണിക്കണമെന്നുണ്ട്, പക്ഷെ എനിക്ക് അറിയത്തില്ല, അതാണ് കാര്യം. ഇതും ഹോട്ട് ചോക്ലേറ്റും കൂടെ നല്ലൊരു കോമ്പിനേഷൻ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഞാൻ കുറച്ച് ടൈം എടുത്തിട്ടാണ് ഇതൊക്കെ കഴിക്കുന്നത്. ഞാൻ ഇന്ന് അധികം ടൈമൊന്നും സ്പെൻഡ് ചെയ്യുന്നില്ല. ഞാൻ നേരത്തെ കിടന്ന് ഉറങ്ങാമെന്ന് വിചാരിച്ചു. ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞതിന് ശേഷം കുറച്ചു നേരം സോഷ്യൽ ഏരിയയിൽ പോയി ടൈം സ്പെൻഡ് ചെയ്യണമെന്നുണ്ട്. എന്നിട്ട് ഞാൻ കിടന്നുറങ്ങും. പിന്നെ ഖത്തർ ലാൻഡ് ചെയ്യുന്ന സമയത്തായിരിക്കും ഞാൻ എണീക്കാൻ പോകുന്നത്. അപ്പൊ എന്റെ ഈ കൊച്ചു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ എല്ലാവർക്കും ടാറ്റാ ബൈ.